നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വാർഡ് വിഭജനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയ്ക്ക് തുടക്കമായി. മുകളിൽ കെട്ടിവെക്കുന്നു. CPM മേയറുടെ അഴിമതി മറച്ച് വിജയം നേടുവാൻ ചേർക്കുന്ന നടപടിക്കെതിരെ പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. ബിജെപി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ജാഥയുടെ ഉദ്ഘാടനം നഗരസഭാ അങ്കണത്തിൽ നടന്നു. ജസ്റ്റിസ് ഹരിഹരൻ നായർ പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡീലിമിറ്റേഷൻ കാര്യമായി ബാധിച്ച പെരുന്താന്നി വാർഡിലെ ഒരു വോട്ടർ എന്നുള്ള നിലയിലാണ് എൻ്റെ വ്യക്തിപരമായ നിലയിൽ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, പെരുന്താന്നിയിലെ നിവാസികൾ. പ്രതിഷേധ ജാഥയ്ക്ക് വലുതായ പ്രസക്തിയുണ്ട്. ജനായത്ത സമ്പ്രദായത്തിൽ വലിയ പ്രസക്തിയുള്ള ഈ പ്രതിഷേധ പ്രകടനം പരിപൂർണമായും സമാധാനപൂർണമായിരിക്കണം. അത് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. മുൻ DGP ശ്രീലേഖ IPS മുഖ്യാതിഥിയായി. കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്ന പലതും ജനക്ഷേമപരമല്ല എന്നത് എന്തുകൊണ്ടോ ചില പത്രമാധ്യമങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നില്ല. അതിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രക്ഷോഭ പരിപാടികളാണ്. നീട്ടി സ്വീകരിച്ച് പിന്തുണയ്ക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. BJP കൗൺസിൽ പാർട്ടി ചെയർമാൻ MR ഗോപൻ അധ്യക്ഷനായി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിജയിക്കുവാൻ പാകത്തിന് ഈ വാർഡുകളെ കീറി മുറിച്ചപ്പോൾ ഈ നഗരത്തിൽ 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹത്തിന്റെ ദുരിതങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതിന് അക്കമിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളെയും ഭരണസ്ഥല കൗൺസിലർ സിമി ജ്യോതിഷ് സ്വാഗതം പറഞ്ഞു. ഒരു വാർഡ് പുതുതായി രൂപീകരിക്കുവാനായി 100 വാർഡുകളും വെട്ടിമുറിച്ചുകൊണ്ട് ഏതാണ്ട് 16 ലക്ഷത്തോളം വരുന്ന ജനവിഭാഗങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ തീരുമാനത്തിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ അധ്യക്ഷൻ ശ്രീ V രാജേഷ് നേതൃത്വം നൽകുന്ന ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. BJP സംസ്ഥാന സെക്രട്ടറി ശിവൻകുട്ടി, സംസ്ഥാന സമിതി അംഗം മധു മുല്ലശ്ശേരി, തമ്പാനൂർ സതീഷ് തുടങ്ങി വിവിധ നേതാക്കൾ സംസാരിച്ചു. വീണ്ടും CPM-ന് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, ഞാൻ കൂടുതൽ നിർമ്മിക്കുന്നില്ല, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഇങ്ങനെ ഒരു സമര പരിപാടിയുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഈ സമരത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുണ്ട്. BJP ജില്ലാ പ്രസിഡന്റും കൗൺസിലറുമായ VV രാജേഷാണ് ജാഥ നയിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM-ന് പ്രത്യേകിച്ച് LDF-ന് കേരളത്തിൽ ഏറ്റ തിരിച്ചടി മറികടക്കുവാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 100 വാർഡുകളിലുള്ളതിൽ 70 വാർഡുകളിലും 1ാം സ്ഥാനത്ത് NDA ആണ്, BJP ആണ്. ഒരു വാർഡിൽ മാത്രമാണ് CPM ലീഡ് ചെയ്തത്, കാട്ടായിക്കുളം വാർഡിൽ. ബാക്കി 29 വാർഡുകളിലും UDF ആണ് ലീഡ് ചെയ്തത്. അപ്പോൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇത് മറികടക്കുവാൻ വേണ്ടിയാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയുന്നു, സംസ്ഥാന സർക്കാരിന് അങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ ഒരു ഭരണകൂടം ഒരു ജനതയെ ദ്രോഹിക്കുന്നതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രചരണ ജാഥയുമായി ഇറങ്ങിയിരിക്കുന്നത്. CPM മേയറുടെ അഴിമതി മറച്ച് വിജയം നേടുവാൻ ചേർക്കുന്ന നടപടിക്കെതിരെ പ്രതികരിക്കൂ,